ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരേ സ്വരത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യയും ചൈനയും. സ്വന്തം നേട്ടങ്ങൾക്കായി ഞങ്ങളുടെ പേര് വലിച്ചിഴക്കരുത് എന്ന കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇരു രാജ്യങ്ങളും അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒരു കത്ത് ചോർന്നതിനെ തുടർന്നുണ്ടായ വിവാദം ഇപ്പോൾ വലിയൊരു ആഗോള നയതന്ത്ര പോരിന് തന്നെ വഴിവെച്ചിരിക്കുകയാണ്. സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹാർ സ്റ്റോറിന് ഡൊണാൾഡ് ട്രംപ് അയച്ച ഒരു കത്ത് കഴിഞ്ഞ ദിവസം ചോർന്നിരുന്നു. ഈ കത്തിൽ ഗ്രീൻലാൻഡിനെ കുറിച്ച് ട്രംപ് നടത്തുന്ന ചില പരാമർശങ്ങളാണ് റഷ്യയും ചൈനയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ കടുത്ത ഭീഷണി നേരിടുന്നുണ്ട് എന്നും ഡെൻമാർക്കിന് തനിച്ച് ഈ പ്രദേശത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുമൊക്കെയാണ് ട്രംപ് കത്തിൽ അവകാശപ്പെടുന്നത്. ഇതിനെതിരെ രൂക്ഷമായിട്ടാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. കാരണം അവർ ഇത് മനസ്സാവാച അറിയാത്ത ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അമേരിക്ക തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ഗ്രീൻലാൻഡിനെ ഒരു ഒഴിവ് കഴിവായി ഉപയോഗിക്കുകയാണെന്നും അതിനായി ചൈനയുടെ പേര് ഉപയോഗിക്കുന്നത് ഉടൻ നിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. മറുവശത്ത് റഷ്യയുടെ പ്രതികരണം അല്പം പരിഹാസം കലർന്ന ഒരു രീതിയോടെയായിരുന്നു. റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മേധാവി കിറിൽ ദിമിട്രിവ് എക്സിലൂടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ അവരുടെ ഡാഡിയെ, അതായത് ട്രംപിനെ വിഷമിപ്പിക്കരുത് എന്നാണ്. ഗ്രീൻലാൻഡിലേക്ക് സൈന്യത്തെ അയക്കുന്ന അപകടകരമായിട്ടുള്ള കളി യൂറോപ്പ് കളിക്കുന്നത് കൊണ്ടാണ് ട്രംപ് അവർക്ക് മേൽ നികുതി ചുമത്തുന്നതും എന്നും അദ്ദേഹം പരിഹസിച്ചു. യഥാർത്ഥത്തിൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുക എന്നത് ട്രംപിന്റെ ദീർഘകാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇതിനു മുൻപും ഈ വിഷയം ഉന്നയിച്ച് ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളുമായി ട്രംപ് കൊമ്പ് കൊടുത്തിട്ടുണ്ട്. ഫിൻലാൻഡ് പ്രസിഡന്റും നോർവീജിയൻ പ്രധാനമന്ത്രിയും ചേർന്ന് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്കുമേൽ ചുമത്തുന്ന അധിക തീരുവയെ എതിർത്തുകൊണ്ട് ട്രംപിന് കത്തയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ വിവാദമായ കത്ത് ട്രംപ് അയച്ചിരിക്കുന്നത്. ചോർന്ന കത്തിൽ ഗ്രീൻലാൻഡ് വിഷയം മാത്രമല്ല ട്രംപ് പരാമർശിക്കുന്നത്. തനിക്ക് അർഹമായിട്ടുള്ള അംഗീകാരം ഒന്നും ലഭിക്കുന്നില്ല, തനിക്ക് ബഹുമതികളൊന്നും ലഭിക്കുന്നില്ല എന്നും ഒക്കെയുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ അതിലുണ്ട്. 8-ലധികം യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിട്ടും തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചില്ല എന്ന് ട്രംപ് കത്തിൽ പരിതപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സമാധാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തനിക്ക് ബാധ്യതയില്ലെന്നും അമേരിക്കയ്ക്ക് എന്താണോ വേണ്ടത് അതിന് മുൻഗണന നൽകുമെന്നൊക്കെയാണ് ട്രംപ് തുറന്നടിക്കുന്നത്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ തന്നെ ട്രംപിനെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ 10% അധിക താരിഫ് ചുമത്തുമെന്ന ഭീഷണിയും ഈ കത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഗ്രീൻലാൻഡ് എന്ന മഞ്ഞു പുതച്ച ദ്വീപിനെ ചൊല്ലി വൻ ശക്തികൾക്കിടയിൽ ചൂടേറിയ വാഗ്വാദമാണ് നടക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ട്രംപ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.